കാണാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന അയ്യപ്പൻ തബലിസ്റ്റ്, 5 അടി 9 ഇഞ്ച് പൊക്കം, ഇരുനിറം എന്നയാളെ കാണാനില്ല. കണ്ടുകിട്ടുന്നവർ താഴെ കാണുന്ന വിലാസത്തിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുവാൻ അപേക്ഷ. ഭാവന തിയേറ്റേഴ്സ്, കൃഷ്ണപുരം PO, ഫോൺ 234. തെറ്റി. ഇതുപോരാ, ഉടനെ വന്നു ചേർന്നാൽ 2 കുപ്പി 1-ാം തരം വാറ്റ് ചാരായം വാങ്ങിത്തരുന്നതാണ് എന്ന് പരസ്യം കൊടുത്തിരുന്നെങ്കിൽ അയ്യപ്പൻ പറന്നെത്തിയല്ലേ. സുമകലേ, അയ്യപ്പൻ കസ്റ്റഡിയിലുണ്ട്, ഏൽപ്പിച്ചോ. 1-ാം തരം സമ്മാനം കിട്ടും. അറിയില്ലേ? കൊണ്ടുപോയി വായിക്ക്. താനെന്തൊരു ബോർനാടോ, പെണ്ണുങ്ങളെ പത്രം വായിക്കാൻ കൂടി സമ്മതിക്കല്ലേ? ചെല്ലപ്പൻ എന്തോന്നറിയാം, ബാലഗോപാലന്റെ ഇന്നത്തെ കാര്യം കുശാൽ ഇല്ലേ ബാലഗോപാല? പുള്ളിക്കാരന്റെ പടം വന്നിട്ടുണ്ട് പത്രത്തിൽ. പുള്ളിക്കാരന്റെ പടോ? അതെന്നെ, നിങ്ങളെ ഭർത്താവില്ലേ, എന്റെ തന്തപ്പടി. ആ സാധനത്തിനെ കാണാനില്ലെന്ന്. കണ്ടു കിട്ടുന്നവർ മൊത്തമായോ ചില്ലറയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്നാ പരസ്യം. നീ എന്തോന്നാടാ കുരുത്തങ്കട്ടവനെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്ന പോലെ പറ. അച്ഛനെ കാണാനില്ലെന്ന്. കണ്ടു കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ തക്കതായ പ്രയോജനം കൊടുക്കും. എന്റെ ദൈവമേ, അങ്ങേക്കോ ലാഭത്ത് സംഭവിച്ചോടാ മോനെ. അതിപ്പോ ഞാനെങ്ങനെ അറിയുന്നത്? നിങ്ങൾ അങ്ങനെ ഇവിടെയാണോ താമസം? എന്റെ ഈശ്വരാ, അവളറിയാതെ അങ്ങേർക്ക് ഒന്നും സംഭവിക്കില്ല. അവളെ കൂടി ഞാൻ സമാധാനം പറയിപ്പിക്കും. എവളെ? ആ യന്ത്രമുണ്ടല്ലോ, യക്ഷി, രോഗിണി, അവളെ എനിക്കൊന്ന് കാണണം. അവളെ ഞാൻ വീടില്ല. നിങ്ങൾ എന്തിനാ വെറുതെ അവളെ എവിടെയൊക്കെ പിടിക്കാൻ പോകുന്നത്? നിങ്ങളെ എടുത്തപ്പോ രോഹിണിയുടെ പുറകെ പോയി, അവളെ എടുത്തപ്പോ വേറെ വ്യക്തിയുടെ പുറകെ പോയി കാണും. ദൈവദോഷം പറയണ മഹാപാവി, ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛനല്ലേ? ഓ, പേരിനൊരു അച്ഛൻ. ഇങ്ങനൊരു അച്ഛൻ ഇല്ലാതിരിക്കുന്ന നല്ലത്. കയളത്തിൽ അടി വെച്ചെന്നല്ലോ, സ്വന്തക്ക് കുറ്റം കണ്ടുപിടിക്കാൻ കൊണ്ടൊരു സമയം. എവിടെ പോവാ? എന്റെ ഭർത്താവ് എവിടെ? അയ്യപ്പന്റെ ഭാര്യ. എന്താ വേണം? എന്താ വേണമെന്ന? തന്റെ കമ്പനിയിൽ തവിലും കൂട്ടി നടന്ന എന്റെ ഭർത്താവിന് താൻ എന്തോ ചെയ്തു? എന്റെ മോന്റെ തന്തയ്ക്ക് എന്ത് പറ്റുന്ന എനിക്ക് എപ്പോഴും അറിയണം. ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പ്രയോജനമില്ല, ഞങ്ങൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന കണ്ടില്ലേ യക്ഷി, ഇവളൊരുത്തി അങ്ങനെ ഇല്ലായ്മ ചെയ്തത്. ഇവളെ കൂടെ ഞാൻ സമാധാനം പറയിപ്പിക്കും. പറ്റില്ല. എന്നാൽ ആളെങ്ങോട്ട് ഇറക്കി വിട്. എടി എടി അടക്കം കൊല്ലി, ആരും ഇറങ്ങി ആടിങ്ങോട്ട്. നിങ്ങൾ ആരെങ്കിലും ഈ സ്ത്രീ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചേ. ഇവരുടെ ആരാ കാണാതെ പോയത്? ഭർത്താവ്. പിന്നെ എങ്ങനെ സമാധാനിപ്പിക്കുന്നേ? എന്നിട്ട് ഞങ്ങളങ്ങ് ഒളിച്ചു വെച്ചിരിക്കുന്നു. മറുപടി, കമ്പനിയിലുള്ള ആരെങ്കിലും കാണാൻ പോയി കൈമെടുത്ത് കാണിച്ചാൽ മതിയോ? എന്റെ കമ്പനി ഇതുവരെ ആരും കാണാൻ പോയിട്ടില്ല. ഈ വിവരം ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താണെന്ന് പറഞ്ഞു? എനിക്ക് എന്റെ ഭർത്താവിന് വേണ്ടേ? അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് മാറി വയ്ക്കും, വണ്ടി പോട്ടെ. മാറാ, വേറെ ഡോടച്ച് പുലിവാല് പിടിച്ച് ഏർപ്പാട്. അയ്യപ്പൻ എന്ന് പറയുന്ന അഴിച്ചവനെ ഗ്രൂപ്പിൽ എടുത്തത് ഞാൻ വണ്ടി വിടടാ കുട്ടപ്പാ. എന്താണെന്ന് കാണാൻ പാടില്ലേ? അവളോട് നിർത്താൻ പറയും. അങ്ങോട്ട് പറഞ്ഞോളൂ, സ്വന്തം ഭാര്യയായിരുന്നു. രാധയ്ക്ക് എന്ത് സംഭവിച്ചു? രാധയ്ക്ക് എന്ത് സംഭവിച്ചതെങ്കിൽ തന്നെ പരിശോധിക്കണം. എന്നെയോ? പൊന്നാണന്മാർക്ക് പെണ്ണെ കെട്ടിച്ചു കൊടുത്താൽ എങ്ങനെയായിരിക്കും? ചേച്ചി ഇവിടെ നിൽക്കുന്നു. ചേച്ചി ഇവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വല്ലതൊക്കെ പറയുമായിരുന്നു. ആ നർത്തകാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ കൃഷ്ണകുട്ടി അവളെ വാങ്ങാൻ കഴിച്ചത്. അതിനുള്ള നൃത്തം മോശമാണെന്ന് ഞാൻ പറഞ്ഞോ? വിവാഹത്തിന് ശേഷം ഒരിക്കലെങ്കിലും നൃത്തം ചെയ്യാൻ എന്നിട്ട് അവളുടെ പഴയ ആളുകളോട് കൂടി അവൾ തുളിച്ചു കിടക്കുന്നത് ഞാൻ കാണണം, അല്ലേ? മനസ്സിലിരിക്കട്ടെ. ഇത് പറയാൻ ബാലഗോപാലിന് ലജ്ജയില്ലേ? ഞാൻ എന്തിനു ലജ്ജിക്കണം? നിങ്ങളൊരു പുരുഷനെ പോലെ സംസാരിക്കണം. വിവാഹത്തിന് മുമ്പ് സ്ത്രീ പുരുഷൻ വേറെ സ്നേഹബന്ധമുണ്ടായിരുന്നു. എല്ലാം മറക്കണം. അതാണ് ആത്മബലമില്ലാത്തവനാണെങ്കിൽ എല്ലാം തകരും. ഒരു കാര്യം ചെയ്ത് ഞാനുടെ ബലമില്ലാത്തവനാണ്. എന്റെ ബന്ധം കുടിച്ചത്
നിന്റെ ഒരു ഒടുക്കത്തെ പട്ടേടി പൈന റികേഷൻ നടക്കുന്നത്. നാളെ നാടകം അറിയാവോ? അയ്യപ്പൻ പട്ടയടിയും തബലടിയും തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഞാൻ പട്ടയടിക്കുന്നു, ബക്കച്ചൻ വിസ്കി അടിക്കും. അത് സ്റ്റാറ്റസിന്റെ പ്രശ്നം. ബക്കച്ചമ്പോ എങ്കിലിങ്ങനെ ഈ സിഗരറ്റും കടിച്ചതുകൊണ്ട് കരിക്കാടാ ദുഷ്ടാ. 2 താറാമുട്ട എങ്കിലും വാങ്ങിച്ചു വിഴുങ്ങി. അത് ന്യായം. എന്നിട്ട് അവളുടെ പഴയ ആളുകളോട് കൂടി അവൾ തുള്ളിച്ചു നടക്കുന്നത് ഞാൻ കാണണം, അല്ലേ? മനസ്സിലെടുക്കട്ടെ അളിയാ. ഇത് പറയാൻ രാജശേഖരന് ലജ്ജയില്ലേ? ഞാൻ എന്ത് ലജ്ജിക്കണം? നിങ്ങൾ ഒരു പുരുഷനെ പോലെ സംസാരിക്കണം മിസ്റ്റർ. വിവാഹത്തിന് മുൻപ് സ്ത്രീക്കും പുരുഷനും വെവ്വേറെ ബന്ധങ്ങൾ ഉണ്ടായെന്ന് വരും. വിവാഹത്തിന് ശേഷം അതെല്ലാം മറക്കണം. അതാണ് കുടുംബബന്ധം. പക്ഷേ ഭർത്താവ് ആത്മബലമില്ലാത്തവനാണെങ്കിൽ ആകെ തകരും. ഞാൻ ഒരു ബലമില്ലാത്തവനാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ബന്ധം കൊടിഞ്ഞു. രപ്പാളി, ഇതിനു വേണ്ടിയാണോ നീ അവളെ വിവാഹം കഴിച്ചത്? ഇപ്പൊ നിനക്ക് ബന്ധം ഒഴിയണം അല്ലേ? ഒഴിയണമെങ്കിൽ ഒഴിഞ്ഞോളൂ. വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും നിന്റെ പിന്നാലെ വരത്തില്ല. ശരി, എങ്കിൽ കാണിച്ചു തരാം. സാബു അവനെ തിരിച്ചു വിളിക്കും. അവൾക്ക് എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരു ഭർത്താവ്? അവളെ ഭ്രാന്ത് പിടിപ്പിക്കാനും. ഇവനെ എവിടെയെങ്കിലും പോയി ചാവട്ടെ. എന്റെ ദൈവമേ. ഇന്നത്തെ നാടകം കലക്കി വകച്ചോ? പുതിയ നാടകം ഞാൻ അറിയിക്കും കേട്ടോ. അടുത്ത കൊല്ലം കാണണം. ഡെഫിനറ്റ്ലി. ഓക്കെ, എല്ലാരും കയറിയോടാ. അയ്യപ്പനെ കണ്ടില്ല. അവളെങ്ങാനും ഉണ്ടോന്ന് എന്ന് നോക്കടാ, നാശം പിടിച്ചവൻ. അണ്ണാ 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 എഴുന്നേക്ക്. എഴുന്നേക്ക്. ഇതൊരു നാശമാണെന്ന് പറയാം. ഇങ്ങോട്ട് കയറാ. നല്ല 24 മണിക്കൂറും പട്ടടി തന്നെ. ബാക്കിയുള്ള പിന്നെ നടക്കണം. എന്നെ ഒറ്റ തോപ്പിച്ചില്ല. കാണിക്കരുത്. ഇത് ആരോഗ്യം വേണം. എഴുതി വിടുന്നതാണ് നല്ലത്. വീട്ടിൽ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അയ്യപ്പൻ ഇന്ന് തന്നെ പെട്ടെടുത്ത് നടണം. ഇനി ഇവിടെ താമസിക്കണം. ഞാൻ പിന്നെ എവിടെ താമസിക്കും? പരിപാടിക്ക് മാത്രം വന്നാൽ മതി. നിന്നെ ഈ ക്യാമ്പിൽ താമസിക്കാൻ കൊള്ളുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ പരിപാടിക്കുമില്ല. വേറെ ആവോ നോക്കിയോ? അപ്പൊ പലപ്പോഴായിട്ട് എന്നെ വാങ്ങിച്ച പൈസയോ? അത് വാങ്ങിച്ചോ. ഓ, നാട്ടിൽ വേറെ ആർക്കും ട്രൂപ്പ് ഇല്ലാത്തവരെ. താൻ പോടോ. അവൻ നന്നാകത്തില്ലെന്ന്. വീണ്ടും അയാൾ നിങ്ങളുടെ ട്രൂപ്പിൽ എങ്ങനെ വന്നു? എന്റെ സമിതി കുഴപ്പമുണ്ടാക്കിയിട്ടാണ് പോയെന്ന് എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് വേറെ നാടകസഭയിലൊന്നും അയ്യപ്പനെ ആരും പങ്കെടുപ്പിച്ചില്ല. പിന്നെ കുറച്ചാളെ ഏതോ ഡാൻസ് ട്രൂപ്പിലൊക്കെ തബല വായിച്ച് നടന്നു. ഇപ്പൊ താമസിക്കുന്ന വീട് അന്ന് വാടകയ്ക്ക് എടുത്താ. നാടകത്തിന് കിട്ടുന്ന അത്രയും പരിപാടി ഡാൻസിന് കിട്ടുമോ? അത് വല്ലതും കൊണ്ട് അയ്യപ്പന് ജീവിക്കാൻ പറ്റുമോ? എന്റെ 8ാമത്തെ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ കയറി വന്നിരിക്കുന്നു. എന്നെ പൊന്നു വക്കച്ച് എന്നോട് ക്ഷമിക്കണം. ഞാൻ പഠിച്ചു. പറയാൻ പാടില്ലാത്ത പറഞ്ഞു പോയി, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തും പോയി. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. പട്ടിണി കിടന്ന് ഞാൻ ചുരുണ്ടുപോയി വക്കച്ച. ഈ പറയുന്നത് സുബോധത്തോടെ തന്നെയാണോ? അയ്യോ എന്റെ വക്കച്ച, ഞാൻ കുടിച്ച നാളെ മറന്നു. നിർത്തി വക്കച്ച, കുടി നിർത്തി. അയ്യപ്പൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ വക്കച്ച. സത്യമായിട്ട് ഞാൻ ഇനി ഒരിക്കലും കുടിക്കല്ല. ആ, മര്യാദയ്ക്ക് നിൽക്കാമെങ്കിൽ നിൽക്കും. അടുത്ത ആഴ്ച മുതൽ പുതിയ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നാടക കമ്പനിയാണ്. വർഷം തോറും കുറഞ്ഞത് 300 നാടകമെങ്കിലും കളിക്കും. നല്ല പ്രതിഫലവും കിട്ടും. അതിലെ ഒരു നടിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം വന്നത് രോഹിണിയുടെ ഭാഗ്യം. ഞങ്ങൾക്ക് പ്രയോജനമില്ലാത്ത കാര്യം മോൻ ഇവിടെ വന്ന് പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ മോമെന്ന് പറഞ്ഞ ഉടനെ ഞാൻ സമ്മതിച്ചത്. ഒരുങ്ങി കഴിഞ്ഞില്ലേ മോളെ? ദാ വരുന്നു അമ്മേ.
സുമതിയിൽ ലിസ്റ്റിലുണ്ട് കേട്ടോ, മറന്നിട്ടില്ല. മോനെ, നാടക കമ്പനികളെ കുറിച്ച് പലതും പറഞ്ഞു കേൾക്കാറുണ്ട്. അതൊക്കെ അസൂയക്കാർ വെറുതെ പറയുന്നല്ലേ അമ്മേ, വിവരദോഷികള്. വാ വാ. മോനെ, ഇവളാണ് ഞങ്ങളുടെ ആകെയുള്ള സ്വത്ത്. സ്വന്തം അച്ഛനോട് ഒരുമിച്ച് വിടുന്നത് പോലെ ഇവളെ ഞാൻ മോനോട് ഒരുമിച്ച് വിശ്വസിച്ച് വിടുകയാണ്. ഇവളെ നോക്കിക്കൊള്ളണേ മോനെ. അത് പിന്നെ പറയണോ അമ്മേ? ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. ഭാവന തിയേറ്റേഴ്സിൽ ചേർന്നതിന് ശേഷം നിങ്ങൾ ഒരുമിച്ചായിരുന്നോ താമസം? അതെ. അയ്യപ്പന് ഭാര്യയും പ്രായമായ ഒരു മകനുമുള്ള വിവരം രോഹിണിക്കറിയാമോ? എന്നിട്ടും കൂട്ടത്തിൽ തന്നെ താമസിച്ചു. ചോദിക്കുന്നതിന് മറുപടി പറയണം. മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ? വാ പോവാം. ഇറങ്ങി വാ. കയറുവാ. ഇവിടെ വേറെ ആരും ഇല്ലേ? ഉണ്ടുണ്ട്. അവര് ഇപ്പോഴേ എന്റെ ഭാര്യയും മോനും കൂടെ അവളുടെ അമ്മാവന്റെ വീട് വരെ ഒന്ന് പോയിരിക്കുക. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ രാവിലെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാ അവള് പോയത്. നീ വാ, അകത്ത് വാ. എന്തോ നോക്കിയിരിക്കണം, അങ്ങോട്ടുണ്ട് വയ്ക്കേ. രോഹിണിക്ക് വല്ല കുളിക്കുകയോ ജപിക്കുകയൊക്കെ വേണമെങ്കിലേ ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ അകത്ത് ഞാൻ വെളിയിൽ പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചുണ്ട്. ഇന്നിനിപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കഴിക്കാനുള്ള ഇതിലുണ്ട്. ഞാൻ കഴിച്ചതാ. ഇതാ ഒരു സാരി. ഓക്കെ. കൊള്ളാം. ഞാൻ അപ്പുറത്ത് മുറി ചെയ്യുന്നോളാം. ഇവിടെ ഇരുന്ന് കഴി. ഇവിടെ ഞാൻ അപ്പുറത്ത്. രോഹിണി, ആ ഗ്ലാസ് എടുത്തോണ്ട് വാ. മേശപ്പുറത്ത് തന്നെ ഉണ്ട്. എനിക്ക് രാത്രി അല്പം ചാരായം കുടിക്കുന്ന പതിവുണ്ട്. കുറെ കൊല്ലങ്ങളായി ശീലിച്ചു പോയതാ. സാരമില്ല, നീ പോയി ആഹാരം കഴിച്ചു. ഞാൻ ഇവിടെ ഉണ്ടാവും.
കഴിച്ചിട്ട് മുറി അകത്തിയാന്ന് തുടങ്ങിക്കോളൂ. ഞാൻ ഇവിടെ കിടന്നോളാം. എന്നെ തൊടരുത്. ഈശ്വരനെ വിചാരിച്ച് എന്നെ തൊടരുത്. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെയൊന്ന് തൊട്ടുപോയതിന് ഒരു കുഴപ്പം വരാൻ. ഇതിനായിരുന്നു എന്നെ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത്. അതിനിപ്പോ എന്തുണ്ടായി? ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല. എന്റെ ഒരു ആഗ്രഹം. വേണ്ട, അത് വേണ്ട. ദൈവത്തെ ഓർത്ത് ചേട്ടൻ പോയി കിടക്കും. നീ ഒരു മണ്ടിയാണല്ലോ. ഇതിന്റെ ഒരു സുഖം നിനക്ക് അറിയാൻ ഞാനിട്ടാ. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. പെണ്ണെ, ഇതുവരെ ഞാൻ മര്യാദക്കാണ് എന്നോട് പറഞ്ഞത്. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അയ്യപ്പന്റെ കൈ കെട്ടിയിട്ടുള്ള പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചാടി പോയിട്ടില്ല. എന്നെ വിടൂ, വിടാനാണ് പറഞ്ഞത്. അന്നത് സംഭവിച്ചു. പിന്നെയും അവിടെ തുടരണമായിരുന്നോ? പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് സാർ. നാടകവും വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ നീ റെഡി ആയില്ലേ? ഡ്രസ് മാറി ഇറങ്ങടി. റിഹേഴ്സൽ നേരമായി. രോഹിണി, എഴുന്നേറ്റ് സാരി ഉടുക്കാൻ. ഞാൻ വരുന്നില്ല. എനിക്ക് നാടകത്തിൽ അഭിനയിക്കണ്ട. എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടാ മതി. വക്കച്ചനോട് രൂപ മേടിച്ചിട്ട് നാടകത്തിൽ അഭിനയിക്കാതെ വീട്ടിൽ പോകാനോ? ഞാൻ ആരോട് രൂപ വാങ്ങിയിട്ടില്ല. ഞാനേ മേടിച്ചത്. അതുകൊണ്ടാ സാരിയൊക്കെ വാങ്ങിയത്. എനിക്ക് സാരിയും കുത്തൊന്നും വേണ്ട. ഇപ്പൊ വീട്ടിൽ പോണം. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. ഓഹോ, അത്ര ധൈര്യമോ നിനക്ക്? ചുണയുണ്ടെങ്കിൽ നീ ഒന്ന് പൊടി. ഞാനൊന്ന് കാണട്ടെ നിന്റെ ധൈര്യം. എന്റെ അനുവാദം കൂടാതെ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാനിവിടെ കൊന്നു കുഴിച്ചു മുട്ടും. നിന്റെ രണ്ട് അനിയത്തിമാരെ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ ശവത്തിന് മുകളിൽ കിടത്തിക്കാൻ എന്റെ ആഗ്രഹം സാധിക്കും. ഈ വിരലിൽ കണ്ടോടി. ഇതങ്ങോട്ട് അടുത്താറുണ്ടല്ലോ, നിന്റെ കഴുത്തിലെ ഞരമ്പുകൾ പൊട്ടിച്ചത്. ഉയിര് വേണമെങ്കിൽ വേഗം ഡ്രസ്സ് മാറിക്കോണം.